ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടക്കറിയാണ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ 4 കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയുള്ളി ഒരു തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയുള്ളിയും പച്ചമുളകും ഞാൻ ഈ കല്ലിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചതച്ച പച്ചമുളക് എരിവുള്ളത് കൊണ്ട് തന്നെ ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ കോരി ഇടുന്നത്. അങ്ങനെ നമ്മൾ മുട്ടക്കറിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ തേങ്ങ പൂണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനോടൊപ്പം അല്പം പെരിഞ്ചീരകം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും കുക്കറിലിട്ട മുട്ട ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. 3 മുട്ടയായിട്ട് ഞാനിവിടെ ഇട്ടിട്ടുള്ളൂ. ഒരു മുട്ട നമുക്ക് അതിലേക്ക് ഉടച്ചൊഴിക്കാനുള്ളതാണ് കേട്ടോ. ഗ്യാസ് കത്തിച്ചിട്ട് കുക്കർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കുക്കർ ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് വലിയുള്ളി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ചതച്ചെടുത്ത പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ആദ്യം ഞാൻ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി കേട്ടോ. 1/4 ടീസ്പൂൺ അല്ല 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷം പച്ചമണം മാറിയതിന് ശേഷം വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. എന്നിട്ട് കുക്കർ നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് 2 വിസിൽ വരെ വേവിച്ചെടുക്കാം കേട്ടോ. ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും പത്തിരിക്കുള്ള പൊടി ഇവിടെ വാട്ടിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ കൗണ്ടർ ടോപ്പ് ഒന്ന് നന്നായിട്ട് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് മാവ് അതിൽ കൊട്ടിയിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ചൂടുള്ളത് കൊണ്ട് ഞാൻ ഒരു കപ്പ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ചൂടാറിന് വരെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ചൂടാറിയ ശേഷമാണ് ഞാൻ കൈ കൊണ്ട് കുഴച്ചെടുക്കുന്നത്. ഇനി പത്തിരിക്കുള്ള മാവ് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കാം കേട്ടോ. നന്നായി കുഴച്ചെടുത്താലാണ് പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ മാവൊക്കെ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാ മാവും ഇവിടെ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കൂടെ ഹെൽപ്പിനായിട്ട് ഇവിടെ മോളും വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളത് പ്രസ്സിലിട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് പിന്നെ പരത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മോളാണ് കേട്ടോ ബോൾസ് ആക്കുന്നതും പ്രസ്സിലൊന്ന് അമർത്തി തരുന്നത് കേട്ടോ. പിന്നെ ഞാനാണ് ഒന്ന് പരത്തിയെടുക്കുന്നത് കേട്ടോ. ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പത്തിരി ചുട്ടെടുക്കണമുണ്ട് കേട്ടോ. അപ്പോൾ മോളാണ് ഇത് ചുടുന്നതും പ്രസ് ചെയ്ത് തരുന്നതും ഉരുളൂറ്റണൊക്കെ മോൾക്കാണ് കേട്ടോ. ഞാനിവിടെ പരത്തിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ പത്തിരിയൊക്കെ വേഗം തന്നെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുട്ടക്കറി അപ്പത്തിന് 2 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അരച്ചെടുത്ത തേങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു മുട്ട ഉടച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം കറി ഒന്ന് കുറുകി കിട്ടും കേട്ടോ. അതിന് ശേഷം നമ്മൾ പുഴുങ്ങിയെടുത്ത മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പത്തിരിയൊക്കെ ചുട്ടെടുത്തതിന് ശേഷം മോൾ അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് ജ്യൂസ് അടിക്കുകയാണ് കേട്ടോ. മുന്തിരി ജ്യൂസാണ് ഇവിടെ അടിച്ചെടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോമ്പ് ഇറക്കുമ്പോഴത്തേനും ഒന്ന് തണുപ്പായി കിട്ടുമല്ലോ. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തിട്ട് നമ്മളിവിടെ നോമ്പ് തുറന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഖുർആൻ ഓതാനിരിക്കുന്നത്. അപ്പോൾ ഇസുമോന് എൻ്റെ കൂടെ വന്നിട്ട് അവനക്ക് ഖുർആൻ ഓതണം പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവനക്കൊരു ചെറിയ ഖുർആനും കൊടുത്തിട്ടാ. ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ.